ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ശരണ്യാസ് ലെക്ചർ റൂം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അപ്പോൾ mcom സ്റ്റുഡൻസിന് 4th സെമിസ്റ്ററിൽ പഠിക്കാനുള്ളൊരു സബ്ജക്റ്റാണ് ഈ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിന് മുൻപുള്ളൊരു വീഡിയോയിൽ എന്താണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോ ആദ്യം കാണാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആവുന്ന കരുതാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. എന്താണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ നമുക്ക് നോക്കാം. മൊത്തം 10 പോയിൻറ്റ്സ് ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഒരു 5 പോയിൻറ്റെങ്കിലും നിങ്ങൾ മിനിമം പഠിച്ച് വയ്ക്കാനായിട്ട് ശ്രമിക്കുക, എക്സ്പ്ലനേഷനോട് കൂടി തന്നെ. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ് വിത്ത് എ സ്ട്രാറ്റജിക് പെർസ്പെക്റ്റീവ്. നമ്മൾ ഒരു ഓർഗനൈസേഷനിലുള്ള ഫണ്ടുകളെ അല്ലെങ്കിൽ ഫിനാൻസിനെ വന്നിട്ട് ഒരു സ്ട്രാറ്റജിക് പെർസ്പെക്റ്റീവോട് കൂടി മാനേജ് ചെയ്യുക. അതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഈ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മളുടെ ഓർഗനൈസേഷനിലെ ഫണ്ടുകൾ അല്ലെങ്കിൽ ഫിനാൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ടൂൾസും ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അതാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് വെൽത്ത്. നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നതിനും പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം റിട്ടേൺ കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഫണ്ടുകളിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ അതിലൂടെ നമ്മുടെ ഓർഗനൈസേഷന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും വെൽത്ത് ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് സ്ട്രക്ചേർഡ് ആൻഡ് ഫ്ലെക്സിബിൾ. ഈ ഒരു സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്ട്രക്ചേർഡ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ അഡോപ്റ്റ് ചെയ്യുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട്. അനാലിസിസിന് വേണ്ടി നമ്മൾ കുറേ മെത്തേഡ്സ് യൂസ് ചെയ്യും. ഈ മെത്തേഡ്സ് എല്ലാം സ്ട്രക്ചേർഡ് ആയിരിക്കും, ഒരു ഫോർമൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ ആക്ടിവിറ്റീസ് എല്ലാം ഫോളോ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ മാനറിലുള്ളതായിരിക്കും. അതായത് നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളുടെ ഡിസിഷൻസിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും നമ്മൾ എടുക്കുക. സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് അപ്പോൾ ഡിസിഷൻസ് മാറ്റാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്ട്രക്ചേർഡ് ആണ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ഓൾസോ. ഓക്കെ, നാലാമത്തെ പറയുന്നത് പ്രൊമോട്ട് ഗ്രോത്ത് ആണ്. അതായത് ഈ ഒരു സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൂടെ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്തും പ്രോഫിറ്റബിലിറ്റിയും ആണല്ലോ ഇവിടെ ഉണ്ടാവുന്നത്. നമ്മൾ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് വെൽത്ത് എന്ന്. അപ്പോൾ ഓൾറെഡി പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുമ്പോഴും വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നതിലൂടെ അവിടുത്തെ ഗ്രോത്ത് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ. അതുകൊണ്ട് തന്നെയാണ് ഓർഗനൈസേഷൻ്റെ ഗ്രോത്തും പ്രോഫിറ്റബിലിറ്റിയും എക്സിസ്റ്റൻസ് എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. അഞ്ചാമത് പറയുന്നത് എവോൾവിംഗ് പ്രോസസ്സ്. സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എവോൾവിങ് ആൻഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മൾ കോൺസ്റ്റൻ്റ്ലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മളുടെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സ്ട്രാറ്റജീസിനെയും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഇതൊരു സ്റ്റോപ്പ് ആവുന്നത്, ഇതിനൊരു എൻഡില്ല. നമ്മളൊരു ആക്ടിവിറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വീണ്ടും നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യും, പുതിയ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യും, അതിൽ വരുന്ന ചേഞ്ചസുകൾ കൊണ്ടുവരും. അങ്ങനെ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഈ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതുകൊണ്ടാണ് ഇതിനെ എവോൾവിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സിക്സ്ത് വൺ പറയുന്നത് ഇന്നോവേറ്റീവ് അപ്രോച്ച്. അതായത് ഇത് ഇന്നോവേറ്റീവ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുമല്ലേ ഓർഗനൈസേഷന്. അപ്പോൾ പ്രോബ്ലംസ് വരുന്നതിനനുസരിച്ച് അതിന് വേണ്ട സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ചുകളാണ് ഈ ഒരു സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നത്. ഒരു സിംഗിൾ അപ്രോച്ച് ആയിരിക്കില്ല, മൾട്ടിപ്പിൾ അപ്രോച്ചസ് യൂസ് ചെയ്യും. അതുപോലെ വളരെ ക്രിയേറ്റീവായിട്ടും ഇന്നോവേറ്റീവ് ആയിട്ടുമായിരിക്കും ഈ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പെർഫോം ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നതിലൂടെ മാത്രമേ നമുക്ക് വരുന്ന പ്രോബ്ലംസിനെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രഡീഷണൽ മാനറിൽ മാത്രം ചിന്തിച്ചാൽ പോരാ, നമ്മൾ ഇന്നോവേറ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും ഒരുപാട് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിന് ഇന്നോവേറ്റീവ് അപ്രോച്ച് എന്നുകൂടെ പറയുന്നത്. സെവൻത്ത് വൺ പറയുന്നത് കോൺസ്റ്റൻറ്റ് മോണിറ്ററിങ്. നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മോണിറ്ററിങ് ഉണ്ടായിരിക്കും. നമ്മുടെ ലോങ് ടേം ഒബ്ജക്റ്റീവ്സും ഒക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്ന ആക്ഷൻസ് തന്നെയാണോ നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളൊരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കില്ല അല്ലേ. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അതിനെ മോണിറ്റർ ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ എയ്ത്ത് വൺ പറയുന്നത് അനലിറ്റിക്കൽ ടെക്നിക്സ് ആണ്. നമ്മളിതിൽ ഒരുപാട് അനലിറ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റുകൾ നമുക്ക് നടത്തേണ്ടി വരില്ല. ഓരോ ഫാക്ട്സ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ജഡ്ജ്മെൻറ്റും നടത്തേണ്ടി വരും, ക്വാളിറ്റേറ്റീവ് ജഡ്ജ്മെൻറ്റും നടത്തേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ഫിനാൻഷ്യൽ ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്, അനലിറ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നയൻത്ത് വൺ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്.
അതായത് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എപ്പോഴും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. അതായത് നമ്മുടെ റിസോഴ്സസ്, ഫിനാൻഷ്യൽ റിസോഴ്സസും എക്കണോമിക് റിസോഴ്സസും എല്ലാത്തിനെയും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. അതിലൂടെ ഒരു റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇതെന്തായിരിക്കും, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. 10th വൺ പറയുന്നത് ഓഫർ സൊല്യൂഷൻസ്. നമ്മുടെ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൂടെ നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഓഫർ ചെയ്യാൻ പറ്റും. കാരണം ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വരുന്നില്ലേ, അപ്പോൾ നമ്മൾ അതിന് വേണ്ട സൊല്യൂഷൻസും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് കിട്ടും. ഒരുപാട് സൊല്യൂഷൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. നമ്മളുടെ പ്രോബ്ലത്തിന് സ്യൂട്ടബിൾ ആവുന്ന സൊല്യൂഷൻ എന്തോ നമുക്കത് സെലക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 10 പോയിൻറ്റ്സ് ആണ് നമുക്ക് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാനുള്ളത്. ഒരു 5 എണ്ണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു 5 എണ്ണമെങ്കിലും ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആണ്. ഈ ഒരു സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വൈഡ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ അത് വളരെ കോംപ്ലക്സ് ആണല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യുന്നത് നമ്മളുടെ ബിസിനസ് സിറ്റുവേഷൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫേമിന് വരുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ ടെക്നിക്കുകൾ യൂസ് ചെയ്യണം. ഈ മൾട്ടി ഡയമെൻഷണൽ ടെക്നിക്സ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലാണല്ലേ. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ വൈഡാണ്. അതിൽ ഒരുപാട് മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ വരുന്നുണ്ട്. നമുക്ക് ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്തും പ്രോഫിറ്റബിലിറ്റിയും ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അണ്ടറിൽ ഒരുപാട് മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൂടെ നമ്മൾ എന്തൊക്കെ കീ ഡിസിഷൻസ് ആണ് എടുക്കുക, ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനാണല്ലോ നമ്മൾ സ്കോപ്പ് എന്ന് പറയുക. ആ സ്കോപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 5 പോയിൻറ്റ്സ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഡിസിഷൻ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു അസറ്റിൽ നമ്മളുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മാക്സിമം റിട്ടേൺ കിട്ടണം. അതുപോലെ തന്നെ റിസ്ക് വളരെ കുറവായിരിക്കണം അല്ലേ. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് എപ്പോഴും ഒരു ബിസിനസ്സിന് സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളുടെ ഫണ്ടുകൾ, ഒരു ഫേമിൻ്റെ ഫണ്ട് നമ്മൾ എഫക്റ്റീവായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. അതായത് റിസ്ക് കുറവായിട്ടുള്ള, കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉള്ള, സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി റിസ്ക്കും റിട്ടേണൊക്കെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ഒക്കെയാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിസ്ക് അനലൈസ് ചെയ്യാനും റിട്ടേൺ ലെവൽസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ മാക്സിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ മാനേജർ എപ്പോഴും ഏറ്റവും മാക്സിമം റിട്ടേണും മിനിമം റിസ്ക്കുമുള്ള പ്രൊജക്റ്റുകളായിരിക്കും സെലക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, പോർട്ട്ഫോളിയോ തിയറി, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇതാണപ്പോൾ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അണ്ടറിൽ വരുന്ന ഫസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഡിസിഷൻ. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുമ്പോൾ അതിനുവേണ്ടി ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് തന്നെ എടുക്കണം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളുടെ ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ എഫക്റ്റീവായിട്ടുള്ള, വളരെ എക്കണോമിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ റൈസ് ചെയ്യുകയും അതിന് നല്ല രീതിയിൽ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയാല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കൊരു കമ്പനീൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാനായിട്ടും ഇത് ആവശ്യമാണ്. പിന്നെ സ്ട്രാറ്റജിക് ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് ഡിസിഷൻ. ഒരു ഫേമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും എല്ലാ ഫേംസും എന്ത് ചെയ്യണം, ഒരു അഡക്വേറ്റ് ലെവൽ ഓഫ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം നമുക്ക് എപ്പോഴാണ് അർജൻറ്റായിട്ട് ലിക്വിഡ് ക്യാഷ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഫ്യൂച്ചർ ഒബ്ലിഗേഷൻസ് ഒക്കെ വരുമ്പോൾ അത് മീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് റിസർവ് ഉണ്ടായിരിക്കണം. അതിനാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുക. നമ്മളിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അങ്ങനെയുള്ളൊരു ഫേമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് വരാം, ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അഡക്വേറ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ സ്ട്രാറ്റജിക് വാല്യൂ ക്രിയേഷൻ ഓഫ് ദ ഫേമാണ്. നമ്മൾ വാല്യൂ ക്രിയേഷൻ ചെയ്യുമ്പോൾ ഒരു ഫേമിൻ്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ മാർക്കറ്റ് സ്റ്റാറ്റസും കൂടെ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഫേം അല്ലെങ്കിൽ കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിൻ്റെ ഇടയിലാണെങ്കിലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിലും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ നല്ലൊരു ട്രസ്റ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ലേ. അവർക്ക് എല്ലാവർക്കും നല്ല വിശ്വാസമായിരിക്കും ഈ കമ്പനീൻ്റെ മേലെ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഉള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ. അതിലൂടെ നമ്മുടെ കമ്പനിയുടെ ഷെയർസിൻ്റെയൊക്കെ വാല്യൂ ഇൻക്രീസ് ആകും. അതിലൂടെ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ലോങ് റണ്ണിൽ ഫേമിൻ്റെ വാല്യൂം ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സ്ട്രാറ്റജിക് വാല്യൂ ക്രിയേഷൻ ഓഫ് ദ ഫേം എന്ന് പറയുന്നത്.
നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഷെയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, നമ്മുടെ ഫേമിൻ്റെ വെൽത്തും വാല്യൂവും ഇൻക്രീസ് ആവുമെന്നാണ് പറയുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത് സ്ട്രാറ്റജിക് പ്രോഫിറ്റബിലിറ്റി മാനേജ്മെൻ്റ് ആണ്. ഏതൊരു ഫേമിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതായിരിക്കും. അഡക്വേറ്റ് പ്രോഫിറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഫേമിന് ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അല്ലേ. അപ്പോൾ അവരുടെ സോഴ്സ് ഓഫ് റവന്യൂ എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്ത് വെക്കും എത്ര സോഴ്സ് ഓഫ് റവന്യൂ, എവിടെ നിന്നൊക്കെ അവർക്ക് എങ്ങനെയൊക്കെ റവന്യൂ കിട്ടും, പ്രോഫിറ്റ് ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കാം, ഫ്യൂച്ചറിൽ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് റവന്യൂ കിട്ടുക, ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ തീരുമാനിച്ച് വെക്കേണ്ടി വരും. അതിനാണ് നല്ലൊരു പ്രോഫിറ്റബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മളൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നും പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി മാനേജ്മെൻറ്റിലും എന്താണ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു 5 പോയിൻറ്റ്സ് പറഞ്ഞാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലാണെങ്കിലും ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ, വാല്യൂ ക്രിയേഷൻ, പ്രോഫിറ്റബിലിറ്റി മാനേജ്മെൻറ്റ്, ഈ 5 കാര്യങ്ങളിൽ നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട് ഡിസിഷൻസ് എടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ട്രഡീഷണൽ വേ ഓഫ് ഡിസിഷൻസ് ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റീറ്റേഴ്സിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ കുറേ സ്ട്രാറ്റജീസൊക്കെ അതിനുവേണ്ടി യൂസ് ചെയ്യണമെന്നാണ് ഇതിലൂടെ പറയുന്നത്. പിന്നെ ഈ ഒരു സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ട രീതിയിൽ ഡിസിഷൻ മേക്കിംഗ് നടത്തുക, അതിനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഫിനാൻഷ്യൽ ഗോൾസ് ആൻഡ് സ്ട്രാറ്റജിയാണ് വരുന്നത്. ഏതൊരു കമ്പനിക്കാണെങ്കിലും അവരുടെ കസ്റ്റമർ ബേസ് കൂട്ടുന്നതിനും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിനും ഡെപ്റ്റൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാൻസും ക്ലിയർ ഒബ്ജക്റ്റീവ്സും എല്ലാം ഉണ്ടാവില്ല. അത് ഫോളോ ചെയ്തുകൊണ്ടാണ് അവർ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തെടുക്കുന്നത്. ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ സൈസിനെയും വിഷൻ ആൻഡ് റിസോഴ്സസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ഫിനാൻഷ്യൽ ഗോൾസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫേമിനകത്ത് വരുന്ന ഫിനാൻസ് അല്ലെങ്കിൽ മണീനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ റിസൾട്ട് നമ്മൾ മെഷർ ചെയ്യുന്നതും മോണിറ്ററി ടേംസിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ ഗോൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അതുപോലെ തന്നെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക, സെയിൽസ് ഇൻക്രീസ് ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെയാണ് ഒരു ഗോൾസ് ആയിട്ട് വരുന്നത് അല്ലേ. നമുക്കിനി പോയിൻറ്റ് വൈസ് അത് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് മാക്സിമൈസ് ഓണേഴ്സ് വെൽത്ത്, അതായത് ഓണേഴ്സ് വെൽത്ത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഗോളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു ബിസിനസ്സിൽ പ്രൈമറി ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് അതിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം എന്ന് പറയുന്നത് ഈ ഓണേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഈ ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഷെയറിൻ്റെ കറണ്ട് വാല്യൂ നോക്കുക, അതായിരിക്കും നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഏതൊരു ഫേം ആണെങ്കിലും അവരൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പോസിറ്റീവായിട്ടുള്ള നെറ്റ് പ്രസൻറ്റ് വാല്യൂ കിട്ടുന്നത് എവിടെയാണോ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. പോസിറ്റീവ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ വരുന്ന സ്ഥലത്ത് മാത്രമേ അവരുടെ കറണ്ട് വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്താണ്. രണ്ടാമത്തെ ഗ്രോ ബിസിനസ് റവന്യൂ, ബിസിനസ്സിൻ്റെ റവന്യൂ കൂട്ടുക. നമ്മളിതിൻ്റെ റിസൾട്ട് മെഷർ ചെയ്യുന്നത് പെർസെൻറ്റേജിലാണ്, പെർസെൻറ്റേജ് ഇൻക്രീസിലാണ് നമ്മളൊരു ബിസിനസ് റവന്യൂവിൻ്റെ വളർച്ച നമ്മൾ മെഷർ ചെയ്യുന്നത്. അതായത് ഒരു കമ്പനിക്ക് വന്നിട്ട് അതിൻ്റെ റവന്യൂ 20% ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 15% ഇൻക്രീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പെർസെൻറ്റേജിലാണ് ഇത് പറയാറുള്ളത്. ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ക്യാഷ് ഫ്ലോ അനാലിസിസ് ഒക്കെ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും, അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ കുറയ്ക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള റവന്യൂ സോഴ്സുകൾ ഏതൊക്കെയാണ്, നമുക്ക് എവിടെ നിന്നൊക്കെ പിന്നെ റവന്യൂ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഈ 3 രീതിയിലാണ് നമുക്ക് ഈ ഒരു ബിസിനസ് റവന്യൂ കൂട്ടാനായിട്ട് സാധിക്കുക. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. ഒരു ഫേമിൻ്റെ റിട്ടേൺ ഇൻക്രീസ് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും കിട്ടുന്ന റിട്ടേൺ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ പ്രൈസ് കൂട്ടാം, അല്ലെങ്കിൽ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യാം, പ്രൊഡക്ഷൻ കോസ്റ്റ് അതിലൂടെ നമുക്ക് കുറയ്ക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ ഗോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സ്പെൻസുകളൊക്കെ കുറയ്ക്കാനുള്ള വഴികൾ നോക്കണം. അതുപോലെ തന്നെ നമുക്ക് ഓർഗനൈസേഷനിലെ എഫിഷ്യൻസി കൂട്ടുന്ന തരത്തിലുള്ള പ്രോസസ്സുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ സപ്ലയേഴ്സിനെ ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാൻ ഹെൽപ്പ് ലോവർ കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് പ്രോഫിറ്റ് മാർജിൻ. നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ കൂട്ടാനും കോസ്റ്റ് കുറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സപ്ലയേഴ്സിനെ ചേഞ്ച് ചെയ്യാം. നമുക്ക് ആരാണോ കുറഞ്ഞ കോസ്റ്റിൽ സപ്ലൈ ചെയ്യുന്നത് അവരെ നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാം എന്നാണ് പറയുന്നത്. നാലാമത്തെ മൾട്ടി ഡയമെൻഷണൽ ഗോൾസ് ആണ്. നമ്മളുടെ ഫിനാൻസ് തിയറിയിൽ വന്നിട്ട് നമ്മൾ വെൽത്ത് മാക്സിമൈസേഷൻ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. അതിന് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ അതിന് കോൺട്രറി ആയിട്ട് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്.
ഒരു ഫേമിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വെറൈറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ് നോക്കും. പല തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യും. എന്നിട്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിലൂടെ നമ്മുടെ ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനും എക്സിസ്റ്റൻസ് ഉറപ്പുവരുത്താനൊക്കെയാണ് ശ്രമിക്കുന്നത്. അതായത് നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി, ഫ്ലോ ഓഫ് ഫണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലായിരിക്കും. അതായത് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് എന്നുള്ള ഒരു കാര്യത്തിലല്ലാതെ ഇങ്ങനെ പല പല കാര്യങ്ങളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഈ ഒരു ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നതിലൂടെ മാനേജ്മെൻറ്റിന് വന്നിട്ട് നല്ല കോർപ്പറേറ്റ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും മാർക്കറ്റിൽ ഡോമിനൻസ് അച്ചീവ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേമിന് അൾട്ടിമേറ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് സർവൈവ് ചെയ്യാനും പറ്റുമെന്നാണ് പറയുന്നത്. 5ാമത്തെ പോയിന്റിൽ പറയുന്നത് പ്രയോറിറ്റൈസ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് എല്ലാ ഓർഗനൈസേഷനിലും. ഈ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നതിലൂടെ കമ്പനീൻ്റെ എഫേർട്ടുകളെല്ലാം നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് നമ്മൾ മുൻകൂട്ടി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ശരിയായ ഡയറക്ഷനിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. റിസ്ക് ഒക്കെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗോൾസൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പ്രയോറിറ്റൈസ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫിനാൻഷ്യൽ ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക, ബിസിനസ്സിൻ്റെ റവന്യൂ കൂട്ടുക, അതുപോലെ ഇൻക്രീസിങ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, മൾട്ടി ഡയമെൻഷണൽ ഗോൾസ് സെറ്റ് ചെയ്യുക, പ്രയോറിറ്റൈസ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്സിൻ്റെ വീഡിയോസ് അത്യാവശ്യമാണെങ്കിൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങളിതിന് മുൻപുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കണ്ട് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്